അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമു الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. സത്യം ചെയ്ത് അള്ളാഹുവിനോടൊരു കാര്യം അർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അർത്ഥിക്കപ്പെട്ട കാര്യം അള്ളാഹു കനിയും എന്നതിൻ്റെ ചില ചരിത്രങ്ങൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. ചില ആളുകൾ സത്യം ചെയ്ത് അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ അർത്ഥിച്ചാൽ അള്ളാഹു അവരുടെ സത്യം മുഖവിലക്കെടുത്ത് അവരർത്ഥിച്ച കാര്യം അള്ളാഹു നൽകും എന്നുള്ളതാണ്. അതൊരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ച ചിലരെ കുറിച്ചാണ് ഇവിടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വർഗവാസികളെക്കുറിച്ച് പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അല ഉഖ്ബിറുകും ബി അഹ്ലിൽ ജന്ന. അപ്പോൾ സഹാബത്ത് പറഞ്ഞു അതെ. അപ്പോൾ പറഞ്ഞത് ഹുമു ദുഅഫാഉൽ മദ്ലൂമൂൻ. അവർ ദുർബലരാണ്, മർദിതരാണ്. കുല്ലു ദഈഫിൻ മുസ്തദഅഫ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു എന്നാണ്. സ്വയം വിനയവും താഴ്മയും അവരുടെ പ്രത്യേകതയാണ്. ആളുകൾ അവരെ താഴ്ന്നവരായി ഗണിക്കുന്നൊരവസ്ഥയുമാണ്. പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹുവിനോട് സത്യം ചെയ്തൊരു കാര്യം അവർ അർത്ഥിച്ചാൽ അവരർത്ഥിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുടെ പരിഗണനയിൽ സ്വീകാര്യയോഗ്യമല്ലെങ്കിൽ മേലായ റബ്ബിൻ്റെ പരിഗണനയിൽ സ്വീകാര്യയോഗ്യരായ ഒരു വിഭാഗം ആളുകളാണ് ഈ പറയപ്പെട്ട ആളുകൾ. അതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ നമുക്കിവിടെ ചരിത്രത്തിൽ വായിക്കാനുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മായി റുബയ്യ ബിന്തു നദർ എന്ന് പറയുന്ന മഹദിയുടെ വിഷയത്തിൽ റുബയ്യൻ്റെ സഹോദരൻ അനസ് ബിനു നദർ ഈ ഒരു വിശേഷണത്തിൻ്റെ ഉടമയാണ്. എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് ഒരു കാര്യം അള്ളാഹുവിനോട് അർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അർത്ഥന പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അനസ് ഇബ്നു മാലിക്കാണ്. നമ്മളുടെ കഥാപാത്രം അനസ് ഇബ്നു നദറാണ്. അനസ് ഇബ്നു നദർ പ്രമുഖ സഹാബിയാണ്. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടതിന് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഏറെ പ്രസിദ്ധമാണ്. ഈ അനസ് ഇബ്നു നദറിൻ്റെ പേരാണ് അനസ് പറയുന്നുണ്ട് റസൂലുള്ളാഹിൻ്റെ ഖാദിം എനിക്ക് നൽകപ്പെട്ടത്. അനസ് റളിയല്ലാഹുവിൻ്റെ പിതൃ സഹോദരനാണ് അനസ് ബിൻ നദർ. അമ്മായിയാണ് റുബയ്യ ബിന്തു നദർ. എന്താ വിഷയം? റുബയ്യ അനസിൻ്റെ അമ്മായി
ഒരു അൻസാരി സ്ത്രീയെ അടിച്ചു. ആ അടിയിൽ അവരുടെ മുൻപല്ല് പൊട്ടി. ഫകസറത്ത് സനിയത്തഹ എന്നാണ്. മുന്നിലെ 4 പല്ലുകൾക്കാണ് സനിയ എന്ന് പറയാം. അതിലൊരു പല്ല് പൊട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളടിച്ച് അവരുടെ പല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഖിസാസാണ്. ഇസ്ലാമിക ശിക്ഷാ കോടതി നിലവിലുണ്ടെങ്കിൽ ഖിസാസ് വേണം. അസിന്നു ബിസിൻ, പല്ലെടുത്താൽ തിരിച്ചു പല്ലെടുക്കും, അത് ഖിസാസാണ്. അപ്പോൾ അൻസാരികളിൽപ്പെട്ട സ്ത്രീയുടെ പല്ലാണ് പൊട്ടിയത്. അപ്പോൾ അവരെന്ത് ചെയ്ത്, ഇവരോട് ഖിസാസ് വേണം എന്ന് പറഞ്ഞു. 2 കൂട്ടർ അൻസാരികൾ തന്നെയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു, റുബയ്യ, അനസ് ബിൻ നദർ, ഇവരൊക്കെ അൻസാരികളിൽ ഖസ്റജ് ഗോത്രക്കാരാണ്. മറ്റേ ടീമും അവരും അൻസാരികളാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഖിസാസ് നടത്തണം. അപ്പോൾ അവർ അനസിൻ്റെ കുടുംബക്കാരോട് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. പക്ഷേ പല്ല് പൊട്ടിയ സ്ത്രീയുടെ ആളുകൾ അവരോട് ഇവർ പറഞ്ഞു, അനസ് റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാർ പറഞ്ഞു മാപ്പ് തരണം എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു, മാപ്പ് തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഫാറദു അലൈഹിമുൽ അർഷ്, ഇവരെന്ത് ചെയ്ത്, എന്നാൽ അതിന് പകരം ദിയ, ബ്ലഡ് മണി എന്ന് പറയില്ലേ, ദായധനം തരാം എന്ന് പറഞ്ഞു. പൊട്ടിയ പല്ലിന് പകരം ദായധനം തരാം എന്ന് പറഞ്ഞു. അവരതും കൂട്ടാക്കിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് വിഷയം. അപ്പോൾ മാപ്പും കൊടുക്കൂല, ദായധനം സ്വീകരിക്കൂല. ആര്? ഈ പ്രശ്നത്തിന് വിധേയയായ അവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? ഫഅമറ ബിൽ ഖിസാസ് വിധിച്ചു. റസൂൽ അവിടെ ജഡ്ജിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിസാസ് വിധിച്ചു. അപ്പോൾ ഫജാഅ അഖുഹാ അനസ് ബിൻ നദർ, റുബയ്യയിലാണ് എന്ത് നടത്തേണ്ടത്? ഖിസാസ് നടത്തേണ്ടത്. അവരുടെ പല്ലാണ് പൊട്ടിക്കേണ്ടത്. പല്ല് പൊട്ടിക്കുക എന്നുള്ളത് നടക്കില്ല. കാരണം എന്താ? ഖിസാസ് എപ്പോഴും തുല്യമായിരിക്കണം. അപ്പോൾ അവയവങ്ങൾ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഒരു പല്ലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പല്ലെടുക്കാം. അവയവങ്ങൾ ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ശിക്ഷാ കോടതി ഉണ്ടെങ്കിൽ അവയവങ്ങൾ തിരിച്ച് ഛേദിക്കാം. കാരണം അത് ഛേദിക്കപ്പെട്ടവരുടെ അവകാശമാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. അതിലാർക്കും ഇടപെടാൻ പറ്റില്ല. ഒമൻ ഖുതില ഫഖദ് ജഅൽനാ ലി വലിഹി സുൽത്താനായ എന്നുള്ളതാണ്. ഒരാൾ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് അധികാരം, അല്ലാതെ ജഡ്ജിക്കോ കോടതിക്കോ ഒന്നും അധികാരമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി പ്രസ്താവിച്ചു, ഖിസാസ്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഖിസാസ് എന്താണ്? അത് ആ പല്ല് ഇതിൻ്റെ ഉപകാരം കെടുത്തിയല്ലോ, അതുകൊണ്ട് ആ പല്ലിൻ്റെയും ഉപകാരം കെടുത്തുക എന്നുള്ളതാണ്, അല്ലാതെ പൊട്ടിക്കുക എന്നുള്ളതല്ല. അതെന്താണോ അതിനനുസരിച്ചൊരു വിധിയാണ് നടപ്പിലാക്കുക. അതിൽ ഏതായാലും അനസ് പറയാണ്, യാ റസൂലല്ലാഹ് അതുക്സറു സനിയത്തുർ റുബയ്യ, റുബയ്യവിൻ്റെ മുൻപല്ല് പൊട്ടിക്കുകയോ? അതാണ് പെങ്ങളല്ലേ. ലാ വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തുക്സറു സനിയതുഹ, അതാണ് അനസിൻ്റെ വാക്ക്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനസ് ബിൻ നദർ പറഞ്ഞു, ലാ വല്ലദീ ബഅസക ബിൽ ഹഖ്, ദീനുൽ ഇസ്ലാമാകുന്ന വിശുദ്ധ ഖുർആനാകുന്ന ഹക്കുമായി അള്ളാഹു നിങ്ങളെ അയച്ച അള്ളാഹുവാണേ സത്യം. ലാ തുക്സറു സനിയത്തു റുബയ്യ, റുബയ്യൻ്റെ മുൻപല്ല് പൊട്ടിക്കപ്പെടരുത് എന്ന് പറഞ്ഞു. പൊട്ടിക്കപ്പെടില്ല എന്നല്ല, പൊട്ടിക്കപ്പെടരുത്. റസൂലുള്ളാഹിനോടുള്ള ഒരു വിനയാന്വിതമായ അഭ്യർത്ഥനയാണ്, ഒരു നിഷേധഭാവമല്ല. ചില ആളുകൾ ഇത് റസൂലുള്ളാഹിനോടുള്ളൊരു ധിക്കാരമായി നിഷേധഭാവമായിട്ട് വായിക്കും. അങ്ങനെയല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിസാസ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അധികാരമില്ല ഈ വിഷയത്തിൽ. കാരണം എന്താ? ഇത് ആ അൻസാരി സ്ത്രീയുടെ പല്ലാണ് റുബയ്യ അടിച്ചിട്ട് പൊട്ടിയത്. ഇനി അവരാണ് എന്ത് വേണം തീരുമാനിക്കേണ്ടത്. അവർ പറയാണ് അഫ്, മാപ്പാണെങ്കിൽ മാപ്പ്. അവർ പറയാണ് ദായധനം. അവർ പറയാണ് ഞങ്ങൾക്ക് പ്രതിക്രിയ നടത്തണം എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ, അത് അവരുടെ അവകാശമാണ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്വിനും അർഷിനും അവർ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ, ദായധനത്തിനോ മാപ്പിനോ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഖിസാസ് വിധിച്ചു. അപ്പോൾ അതിനെ നിരാകരിച്ചോ നിഷേധിച്ചോ അല്ല അനസ് പറയുന്നത്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സമർപ്പണം എന്ന പോലെയാണ്. റുബയ്യയുടെ പല്ല് പൊട്ടിക്കപ്പെടരുത്, അതുകൊണ്ട് റസൂലെ നിങ്ങൾ ഒന്നുകൂടി അവരോട് സംസാരിക്കണം, അതാണ് നബിയെ നിങ്ങൾ ഒന്നുകൂടി ഇടപെടണം എന്ന നിലക്കാണ് അനസ് ബിൻ നദർ പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അനസ് കിതാബുല്ലാഹ് അൽ ഖിസാസ്. അനസെ, അള്ളാഹിൻ്റെ കിതാബല്ലേ ഖിസാസിനെ കുറിച്ച് പറഞ്ഞ്, അസ്സിൻ ബിസ്സിൻ വൽ ജുറൂഹ ഖിസാസ്. അപ്പോൾ അള്ളാഹിൻ്റെ കിതാബിൽ ഖിസാസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഇടപെടും എന്ന രീതിയിലാണ് എന്ത് ചെയ്യണത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത്. ഈ സംസാരം അള്ളാഹിൻ്റെ റസൂലും അനസ് ബിൻ നദറും നടത്തുമ്പോൾ ഫറദിയൽ ഖൗമു ബിൽ അർഷ്, ആ പല്ല് പൊട്ടിയ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ആളുകൾ അർഷിനെ തൃപ്തിപ്പെട്ടു. അർഷിന് എന്ന് പറഞ്ഞാൽ ദായധനത്തിന് തൃപ്തിപ്പെട്ടു. വതറക്കുൽ ഖിസാസ്, അവർ പറഞ്ഞു ഖിസാസ് വേണ്ട, ഞങ്ങൾക്ക് പകരം ദായധനം തന്നാൽ മതി, ഒരു പല്ലിൻ്റേത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഅജിബ നബിയുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ആശ്ചര്യചിത്തനായി. വഖാൽ, തിരുനബി പറഞ്ഞു, ഇന്ന മിൻ ഇബാദില്ലാഹ് മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. ഇന്ന മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട്, അവരുടെ പ്രത്യേകത ലൗ അഖ്സമ അലല്ലാഹ്, അള്ളാഹുവിൽ അവർ ഒരു സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിനോട് അഭ്യർത്ഥിച്ചാൽ, ലഅബറഹു, അള്ളാഹു അവർ അഭ്യർത്ഥിച്ച കാര്യം അത് പൂർത്തീകരിക്കും, സഫലീകരിക്കും. അങ്ങനെയുള്ള ചില ആളുകൾ അള്ളാഹിൻ്റെ ദാസന്മാരിലുണ്ട് എന്ന് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതാണ് നമ്മുടെ വിഷയം. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അള്ളാഹുവാണ് സത്യം, റുബയ്യയുടെ പല്ല് പൊട്ടരുത് എന്നാണ് സഹോദരൻ അനസിൻ്റെ മനസ്സും പ്രാർത്ഥനയും. ആ സത്യത്തിൽ അത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, അത് കബൂലാക്കി. അതുകൊണ്ടാണ് മറ്റേ ആളുകൾ അവർ വാശിയിലായിരുന്നു, മാപ്പിനും തയ്യാറില്ല, ദായധനത്തിനും തയ്യാറില്ല, ഖിസാസ് എന്ന് പറഞ്ഞത്, മനസ്സിലായി. പക്ഷേ ആ ഖിസാസ് അവിടെ നടന്നില്ല. റുബയ്യ, ആര് ഈ റുബയ്യ ബിൻത്ത് അൻ നദറാണ്. ഞാൻ പറഞ്ഞ അനസ് ബിൻ നദറിൻ്റെ പെങ്ങൾ. ഈ റുബയ്യ എന്നാണ് ഉമ്മു ഹാരിസ എന്ന് പറയാം. ഉമ്മു ഹാരിസ, മനസ്സിലല്ലേ? ഹാരിസത്ത് ബിനു സുറാഖയുടെ ഉമ്മയാണ് ഈ റുബയ്യ. ഹാരിസത്ത് ബിനു സുറാഖയുടെ ഉമ്മയാണ് റുബയ്യ. എന്താ അവരുടെ പ്രത്യേകത? അവരും ചില്ലറക്കാരിയല്ല, മനസ്സിലല്ലേ? ഈ റുബയ്യ ബിന്ദു നദർ ഉമ്മു ഹാരിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബദർ യുദ്ധത്തെ തുടർന്ന് വരുന്നുണ്ട്. ബദർ യുദ്ധത്തിൽ ഇവരുടെ മകൻ ഹാരിസ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെ പങ്കെടുത്ത? യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, പിന്നെയോ ഒരു ഗുലാമൻ നബ്ബാറൻ എന്നാണ്. പരിസരങ്ങളെ നിരീക്ഷിക്കാൻ, എന്നിട്ട് അവിടുത്തെ വാർത്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കാനാണ് ആര് പങ്കെടുത്തത്? ഹാരിസ പങ്കെടുത്തത്. യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ശേഖരിച്ച് എത്തിക്കുന്ന ആ ഒരു പരിപാടിയിലാണ്. യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അപ്പോഴാണ് ഹിബ്ബാൻ ഇബ്നു ആരിഖ എന്ന് പറയുന്ന, ഹിബ്ബാൻ ഇബ്നുൽ ആരിഖ എന്ന് പറയുന്ന ഒരു മുശ്രിക് ബദറിൽ ഒരമ്പ് ചെയ്യുന്നത്, മനസ്സിലെ? ആ അമ്പ് അലക്ഷ്യമായി വന്നത്. പക്ഷേ അത് ഈ ഇദ്ദേഹം ഹാരിസ ഇബ്നു സുറാഖയുടെ ഹഞ്ചറയിൽ കൊണ്ടു എന്നാണ്, കഴുത്തിൽ കൊണ്ടു. ഇദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ല, കുട്ടിയാണ്. ഗുലാമൻ നബ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ ആളാകാൻ പറ്റില്ല. പക്ഷേ ഒരമ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ ഹഞ്ചറയിൽ കൊണ്ടു. അങ്ങനെ ഹാരിസ അവിടെ കിടന്ന് മരിക്കുകയാണ്, ഷഹീദാകാണ്, മനസ്സിലല്ലേ? അപ്പോൾ ഒരു യുദ്ധക്കളത്തിലൊരു യോദ്ധാവായിട്ടല്ല ഹാരിസ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ പൊടി അടങ്ങിയപ്പോൾ ഉമ്മു ഹാരിസ വരുന്നുണ്ടെന്നാണ് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്. എന്നിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്? അലാ തുഹദ്ദിസുനി അൻ ഹാരിസത ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന സബർത് വ ഇൻ കാന ഗൈറു ദാലിക് ഇജ്തഹദ്തു അലൈഹി ബിൽ ബുകായ എന്നാണ്. ഉമ്മ എന്നിട്ട് പറയാണ്, റസൂലേ ഹാരിസയെക്കുറിച്ച് എന്നോട് പറയണം, അവരുടെ മകൻ. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടവനാണെങ്കിൽ സബർത്ത്, ഞാൻ ക്ഷമിച്ചു.
വൈൻകാന ഖൈറു ദാലിക്, സ്വർഗത്തിലല്ലെങ്കിൽ ഇജ്തഹത്തു അലൈഹി ബിൽ ബുക്ക, ഇപ്പം ഞാനിവിടെ ബഹളം ഉണ്ടാക്കി കരയും, ഞാൻ നന്നായി കരയും എന്നാണ് ഉമ്മു ഹാരിസ പറഞ്ഞത്. മനസ്സിലല്ലേ? അന്ന് കരച്ചിൽ, മരിച്ചവരുടെ പേരിൽ കരച്ചിൽ നിരോധിക്കപ്പെട്ടില്ല ബദർ യുദ്ധവേളയിൽ. അത് ഉഹദിനെ തുടർന്നാണ് നിരോധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പതിവിൽ മരിച്ചവരുടെ പേരിൽ ആർത്തു വിളിച്ച് കരയുക എന്നുള്ളത് നിലവിലുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞാൻ നന്നായി കരയുമെന്ന്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു ഹാരിസ, നിങ്ങൾക്ക് ബുദ്ധിക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? സ്വർഗം എന്ന് പറഞ്ഞാൽ ലൈസത്ത് ജന്നത്തുൻ വാഹിദ, ജന്നത്ത വാഹിദ, അതൊരൊറ്റ തോട്ടല്ല. പിന്നെ ഇന്നഹ ജിനാൻ, കുറേ സ്വർഗീയ തോപ്പുകളാണ്. നിങ്ങളുടെ മകൻ ഹാരിസ അസാബൽ ഫിർദൗസ് അൽ ആല, ഫിർദൗസിൽ ആലൽ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് ഫിർദൗസ് എന്ന് പറഞ്ഞാൽ ആലൽ ജന്ന വ ഔസത്തുഹ വ അഫ്ദലുഹ എന്നൊക്കെ റസൂലുള്ളാഹി വിവരിച്ചു കൊടുത്തു. ഫിർദൗസ് എന്നുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനാണ്, മധ്യസ്ഥാനാണ്, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഉമ്മു ഹാരിസയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ചു വിട്ടു. ആരുടെ വിഷയത്തിൽ? ഹാരിസ ഇബ്നു സുറാഖയുടെ വിഷയത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ റുബയ്യ ബിൻത്ത് അൻ-നദർ എന്ന് പറയുന്ന മഹദി അവർ പ്രസിദ്ധയാണ് ചരിത്രത്തിൽ. പക്ഷേ എങ്ങനെ പ്രസിദ്ധ? ഉമ്മു ഹാരിസ എന്ന പേരിലാണ് പ്രസിദ്ധ. മനസ്സിലല്ലേ? ഉമ്മു ഹാരിസ പ്രതിക്രിയയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടാനുള്ള കാരണം സഹോദരൻ, അവരുടെ ആങ്ങള അനസ് ബിനു നദറാണ്. ആരാ അനസ് ബിനു നദർ? അനസ് ബിനു നദർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ബദറിൽ ചാൻസ് കിട്ടിയില്ല. ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലെ, ബദറിൽ എനിക്കൊരു ചാൻസ് വന്നില്ല, ഇനിയൊരു രണാങ്കണത്തിന് ഭൂമി ഒരുങ്ങുകയാണ് എങ്കിൽ ഞാൻ എന്ത് കാണിക്കുമെന്നുള്ളത് അള്ളാഹു കാണുക തന്നെ ചെയ്യും എന്നാണ്. അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തും വിധം ഒരു സാന്നിധ്യം യുദ്ധത്തിൽ ഞാൻ കാഴ്ചവെക്കും എന്നാണ് അനസ് ഇബ്നു നദർ പറഞ്ഞത്. അങ്ങനെ അനസ് ഇബ്നു നദർ പിന്നെ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് എന്താ ഉഹദിൽ സംഭവിച്ചത്? മുസ്ലിമീങ്ങൾക്ക് ആദ്യഘട്ടത്തിലൊരു പരാജയമാണല്ലോ. ആ പരാജയവേളയിൽ ആദ്യഘട്ടത്തിൽ വിജയമാണ്, പിന്നീട് ഒരു പരാജയത്തിൽ കലാശിക്ക ചെയ്തത് ഉഹദ്. ആ പരാജയവേളയിൽ ഈ അനസ് സഅദ് ബിൻ മുആദിനെ വിളിക്കുന്നുണ്ട്. അനസ് ബിൻ നദറും അൻസാരിയാണ്, സഅദ് ബിൻ മുആദും അൻസാരിയാണ്. അനസ് ബിൻ നദർ ഖസ്റജിയാണ്, സഅദ് ബിൻ മുആദ് ഔസിയാണ്. ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ രണ്ടാളും രണ്ട് ടീമാണ്. അനസ് ബിൻ നദർ യുദ്ധഭൂമിയിൽ നിന്ന് ആളുകൾ പിൻവലിയുന്നത് കാണുകയാണ് ഉഹുദിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയല്ലേ. അപ്പോൾ ഈ അനസ് മുആദിനെ വിളിക്കുകയാണ്, സഅദ് ബിൻ മുആദിനെ വിളിച്ചിട്ട് യാ അബ അംർ ഐൻ അബു അംർ, എവിടേക്ക് പോണ് എന്നിട്ട് പറയണേ, ഇന്നി ല അജിദു റീഹൽ ജന്നത്തി ദൂന ഉഹുദിൻ, ഉഹുദിൻ്റെ ചെരുവിൽ, ഉഹുദിനിപ്പുറം ഞാൻ സ്വർഗം വാസനിക്കുന്നു എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തത് ഈ അനസ് നമ്മുടെ കഥാപാത്രം അനസ് ധീരം പോരാടിയത് എന്നാണ് അനസ് ഇബ്നു മാലിക് പറയാണ്. അനസ് ബിൻ നദറിനെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വർഗത്തിൻ്റെ പരിമളം ഉഹുദിൻ്റെ ഇപ്പുറത്ത് മണത്തതിന് ശേഷം ധീരം പോരാടിയിട്ട് അനസ് ബിൻ നദർ കൊല്ലപ്പെട്ടു. ഈ അനസ് കൊല്ലപ്പെട്ടു. പറയാണ്, ഫവജദ്നാ ബിഹി ബിദ്അൻ വസമാനീന ദർബതൻ ബിസൈഫി ഔ തഅനതൻ ബിറംഹിൻ ഔ റമിയതൻ ബിസഹ്. അനസ് ബിൻ നദർ രക്തസാക്ഷിയായി വീണു. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ 80-ൽ പരം ദർബത്തും ബിസൈഫ്, വാളുകൊണ്ടുള്ള വെട്ടുകൾ, ഔ താനത്തും ബിറും, അല്ലെങ്കിൽ കുന്തം കൊണ്ടുള്ള കുത്തുകൾ, ഔ റമിയത്തും ബിസഹം, അല്ലെങ്കിൽ അമ്പേർ, അത് ഈ അനസ് ബിൻ നദറിൻ്റെ ശരീരത്തിൽ ഞങ്ങൾ എണ്ണി എന്നാണ്. വവജദ്നാഹു ഖദ് ഖുതിൽ, അദ്ദേഹം കൊല്ലപ്പെട്ട നിലക്കാണ് ഉഹുദിൽ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തിയത്. വമുസ്സില ബിഹി വമസ്സല ബിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ ചിത്രവധം നടത്തിയതാണ്. ചിത്രവധം നടത്താൻ വികൃതമാക്കുക, കൊത്തി നുറുക്കുക. ഹംസയൊക്കെ കൊത്തി നുറുക്കിന്നെ, അതേപോലെ ഇദ്ദേഹത്തെയും വികൃതമാക്കി എന്നാണ്. ഫമാ അറഫഹു അഹദുൻ ഇല്ലാ ഉഖ്തുഹു ബിബനാനിഹി എന്നാണ്. ഈ അനസ് ബിൻ നദറിനെ തിരിച്ചറിഞ്ഞത് അനസ് ബിൻ നദറിൻ്റെ പെങ്ങളാണ്, ഈ റുബയ്യ.
ഈ റുബയ്യ. എങ്ങനെ? ബി ബനാനിഹി, ഒരു വിരൽത്തുമ്പ് മാത്രം കണ്ടിട്ട്, വിരൽത്തുമ്പ് മാത്രം കണ്ടിട്ട് ഇത് ആങ്ങളെയാണ് തിരിച്ചറിഞ്ഞ്. കാരണം മറ്റുള്ളതൊന്നും കാണാനൊന്നുമില്ല. അങ്ങനെയായിരുന്നു അവർ അദ്ദേഹത്തെ ചിത്രവധം നടത്തിയത്, വികൃതമാക്കിയത് എന്നാണ്. പക്ഷെ ഒരു ബനാൻ, വിരൽ മാത്രം ശേഷിക്കുന്നുണ്ട്. ആ വിരൽത്തുമ്പ് കണ്ടിട്ട് ഇത് സഹോദരനാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലായത്. അപ്പോൾ അതാണ് ആര്? അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അനസ് റളിയല്ലാഹു തആല പറയാണ് വിശുദ്ധ ഖുർആനിൽ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹി എന്ന ഒരായത്ത് സൂറത്ത് അഹ്സാബിൽ, വിശ്വാസികളിൽ ചിലരുണ്ട് അള്ളാഹുവിനോടുള്ള ഉടമ്പടി പൂർത്തീകരിച്ചവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ പ്രശംസിച്ചിറക്കിയ ആയത്ത്, അത് അനസ് ബിൻ നദറിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെയും വിഷയത്തിലാണ് ഇറങ്ങിയത് എന്നാണ് അനസ് റളിയല്ലാഹു തആല പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, നമ്മുടെ കഥാപാത്രം അത് അനസ് ബിൻ നദർ അൽ ഖസ്റജി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹാൻ്റെ വിഷയത്തിൽ പറഞ്ഞു, ജനങ്ങളിൽ ചിലരുണ്ട് ലൗ അഖ്സമ അലല്ലാഹ് ല അബറഹു, സത്യം ചെയ്ത അള്ളാഹുവിനോട് ഇന്ന കാര്യം അവർ തേടിയാൽ, അല്ലെങ്കിൽ ഇന്ന കാര്യം വേണ്ടെന്നുള്ള കാര്യം അവർ അള്ളാഹുവിനോട് അർത്ഥിച്ചാൽ ല അബറഹു എന്നാണ്, അവരുടെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിക്കും. അള്ളാഹു അവരുടെ തേട്ടം അതവർക്ക് ഏകും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനാണ് ഇവിടെ ഈ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ പ്രയോഗം നടത്തിയ ഒരു മഹാനാണ് ബറാ ഇബ്നുൽ മാലിക്. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്. റുബ്ബ അശ്അസ അഖ്ബർ ദി തുംറൈൻ മദ്ഫൂഉൻ ബിൽ അബ്വാബ് ലാ യുബഉ ലഹു ലൗ അഖ്സമ അലല്ലാഹ് ലാ അബറഹു. എന്താ തിരുനബി പറയാണ്? റുബ്ബ അശ്അസ അഖ്ബർ, എത്ര ജടകുത്തിയ മുടിയുള്ള പൊടി പുരണ്ട മേനിയുള്ള ആളുകളുണ്ട്. മദ്ഫൂഉൻ ബിൽ അബ്വാബ്, അവർ വന്ന് കതക് മുട്ടിയിട്ടുണ്ടെങ്കിൽ കിടക്കണ്ട, പൊയ്ക്കോ എന്ന് പറയുന്ന രീതിയിൽ വിഗണിക്കപ്പെടുന്നവരാണ്. ലാ യുബഹു ലഹു എന്നാണ്, അവർക്ക് ആളുകളൊരു മൈൻഡ് നൽകൂല അല്ലേ. അപ്പോൾ ചില നിർധനർ, ചില ദരിദ്രർ, ചില അവശന്മാർ, അവരെ സാമൂഹ്യ ശ്രേണിയിൽ ആളുകൾ പരിഗണിക്കൂല. മദ്ഫൂഉൻ ബിൽ അബ്വാബ് എന്നാണ്. കതക് തുറന്ന് അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറയും, ചില കഥ പോയിക്കാണെന്ന് അറിയും, മനസ്സിലായി? ആ രീതിയിൽ മദ്ഫൂഉൻ ബിൽ അബ്വാബ് ലാ യുബഹു ലഹു, അവർക്കൊരു മൈൻഡ് ചെയ്യൂല ആളുകൾ. കാരണം എന്താ? കൊള്ളരുതാത്തവർ. ആ രീതിയിൽ പണ്ട് കവി പറഞ്ഞില്ലേ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് പറയല്ലേ. ആ രീതിയിൽ ആളുകൾ ചിലരെ വിഗണിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു, പഠിച്ചവൻ്റെ അടുത്ത് എന്താ മാനദണ്ഡം? ഈ ഉപരിപ്ലവമായ കോലല്ല. പിന്നെ അള്ളാൻ്റെ അടുക്കൽ, എൻ്റെ അർത്ഥം ഉപരിപ്ലവമായിട്ട് കോലം വേണ്ട എന്നുള്ളതല്ല. പിന്നെയോ അള്ളാൻ്റെ അടുക്കൽ മാനദണ്ഡം അത് തഖ്വയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഭക്തിയാണ് അള്ളാൻ്റെ അടുക്കലുള്ള മാനദണ്ഡം. അത് ശക്തമാണോ എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയാണ്. ലോ അഖ്സമ അലല്ലാഹി ല അബറഹു, അള്ളാഹിനോട് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ സത്യം പറഞ്ഞുള്ള കാര്യം, അഭ്യർത്ഥന, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു എന്നോട് സത്യം ചെയ്ത് അപേക്ഷിച്ചാൽ അള്ളാഹു പരിഗണിക്കും. ആ പരിഗണനയുള്ള ആളുകളിൽപ്പെട്ട ആളാണ് അൽ ബറാ ഇബ്നു മാലിക്. ബറാ ഇബ്നു മാലിക്, അത് അനസ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ ബറാ ആണ്. നമ്മുടെ അനസ്, റസൂലുള്ളാഹിൻ്റെ ഖാദിമായ അനസ് ഇബ്നു മാലിക്കിൻ്റെ സഹോദരൻ അൽ ബറാ ഇബ്നു മാലിക്. അപ്പോൾ അനസ് റളിയല്ലാഹുവിൻ്റെ പിതൃ സഹോദരൻ, അനസ് റളിയല്ലാഹു തആലാൻ്റെ നേരിട്ട് സഹോദരൻ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ അഖ്സമ അലല്ലാഹി ല അബറഹു എന്ന ആ ഗണത്തിൽ എണ്ണപ്പെടുന്നവരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, മുസ്ലിമീങ്ങൾ ഒരു വലിയ യുദ്ധത്തിൽ പങ്കെടുത്തു. അബൂ മൂസൽ അശരിയും കൂട്ടരൊക്കെ പങ്കെടുത്തൊരു യുദ്ധമാണ് തുസ്തുർ യുദ്ധം. തുസ്തുർ എന്ന് പറയും, റോമാക്കാരോടുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ്. അതിൽ ശത്രുപക്ഷം വളരെ വലിയ ആൾബലത്തിൽ, മുസ്ലിമീങ്ങൾ ന്യൂനാൽന്യൂനപക്ഷം. അങ്ങനെ മുസ്ലിമീങ്ങൾ അവരെ ശത്രുക്കൾ അവരുടെ ആൾബലവും ആയുധവും ഉപയോഗിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അബൂ മൂസൽ അശരി പറയുന്നുണ്ട് അനസ് ബറാ ഇബ്നു മാലിക്കിനോട് വന്നിട്ട്, നിങ്ങൾ അള്ളാഹുവിൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു കബൂലാക്കും എന്ന് പറഞ്ഞിട്ടില്ലേ ബറാ, നിങ്ങളത് ഇവിടെ പ്രയോഗിക്കും. കാരണം ഇപ്പം മുസ്ലിമീങ്ങൾക്ക് നിങ്ങളത് പ്രയോഗിക്കേണ്ട ഒരു സമയമാണ്.
അങ്ങനെ ആ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ബറാ ഇബ്നു മാലിക് തുസ്തുർ യുദ്ധത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ പിരടികൾ അവർക്ക് കീഴ്പ്പെടുത്തുന്നതിന് പകരം അവരുടെ പിരടികൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തണമേ എന്ന അർത്ഥത്തിൽ. മാത്രമല്ല, ഈ യുദ്ധത്തിൽ ആളുകളെ നീ മരണത്തിലൂടെ ഷഹീദായിട്ട് പിടികൂടുമ്പോൾ ആദ്യം പിടികൂടുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നും ബറാ ഇബ്നു മാലിക് പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് തന്നെ തുസ്തുർ യുദ്ധത്തിൽ ഷഹീദായ മഹാനാണ് ആര്? അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹുവിൻ്റെ സഹോദരൻ. മനസ്സിലായ? അപ്പോൾ അതാണ് അൽ ബറാ ഇബ്നു മാലിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ ലൗ അഖ്സമ അലല്ലാഹ് ല അബറഹു എന്നതിൽ നമ്മൾ വായിക്കുന്ന ഒരു ചരിത്രം. പിന്നൊന്ന്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കഥാപാത്രമാണ്, പക്ഷേ അതിൻ്റെ ചില റിപ്പോർട്ടുകൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാനതൊന്ന് കൂടി ഇവിടെ ഉദ്ധരിക്കുന്നത്. ഉവൈസ് അൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി, ഉവൈസിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉവൈസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം സഹാബിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തിന് ശേഷം മദീനയിലേക്ക് കടന്നു വന്ന ആളാണ് ആര്? ഉവൈസ്. അദ്ദേഹം യമനിയാണ്. യമനിലെ അൽ ഖർൻ, അൽ മുറാദ് എന്നൊക്കെ പറയുന്ന ഗോത്രങ്ങളിൽ ഒരു മെമ്പറായിരുന്നു ആര്? ഉവൈസ് അൽ ഖർനി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തി വരും എന്നുള്ളതിനെക്കുറിച്ചൊരു കാലേ കൂട്ടിയുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മനസ്സിലായോ? അത് പിന്നെ ഈ ഉവൈസ് അൽ ഖർനിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളോട് പറഞ്ഞ് വളരെ ശ്രദ്ധേയാണ്. തിരുനബി പറഞ്ഞു, യമനിൽ നിന്ന് കുറേ ആളുകൾ മദീന അണയും. യമനിലെ മുറാദ്, അൽ ഖർൻ ഗോത്രങ്ങളിൽ നിന്നായിരിക്കും അവർ വരിക. അവരുടെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവും. ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന ബിഹി ബറസുൻ, അയാൾക്കൊരു പാണ്ഡുരോഗം ഉണ്ടായിരുന്നു. ഫബറഅ മിൻഹു, ആ പാണ്ഡുരോഗത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇല്ല മൗദിഅ ദിർഹമിൻ, ഒരു ദിർഹമിൻ്റെ വലിപ്പത്തിൽ കുറച്ച് ഒരടയാളം മാത്രം അയാളിൽ ശേഷിക്കുന്നുണ്ട്. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, അതാണ് വിഷയം. ലഹു വാലിദത്തുൻ, ഈ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർനിയുടെ പ്രത്യേകത, അദ്ദേഹത്തിന് ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഉമ്മണ്ട്. ഹുവ ബിഹാ ബർറുൻ, ആ ഉമ്മയെ പരിപാലിക്കുന്നതിൽ ഉമ്മക്ക് പുണ്യം ചെയ്യുന്നതിൽ മാതൃകാ പുരുഷനാണ് ആര്? ഉവൈസ് ഇബ്നു ആമിർ. മാതാവിനുള്ള പുണ്യത്തിൽ മാതൃകയാണ് ഉവൈസ് ഇബ്നു ആമിർ. എന്നിട്ട് തിരുനബി പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു, ലൗ അഖ്സമ അലല്ലാഹ് ല അബറഹു, അള്ളാഹുവോട് അയാളൊരു സത്യം ചെയ്തൊരു കാര്യം അർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിക്കും, അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകും. ഫൈൻ ഇസ്തതഅത അൻ യസ്തഗ്ഫിറ ലക് ഫഫ്അൽ, നിങ്ങൾക്കായി അയാളൊരു ഇസ്തിഗ്ഫാർ നടത്താൻ, പാപമോചനത്തേട്ടം നടത്താൻ സാധിച്ചാൽ നിങ്ങൾ അയാളോട് ആ പാപമോചനത്തിന് തേട്ടം നടത്താൻ ആവശ്യപ്പെട്ടോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു അയാളുടെ ദുആ കബൂലാക്കും. അതുകൊണ്ട് അയാൾ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനത്തേട്ടം നടത്തണം എന്ന് പറയുന്ന ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളിയും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. നോക്കണം, ഇത് വരാനിരിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലേ കൂട്ടിയുള്ള പ്രവചനാണ്. തിരുവിയോഗം നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനപ്പുറം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനപ്പുറം, ഉമർ റളിയല്ലാഹു തആലാൻ്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു തആലാൻ്റെ മനസ്സിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാർത്ത ഉണ്ടല്ലോ, ഈ വിവരം, ഇത് കൊത്തിവെച്ച മാതിരിയാണ്. അപ്പോൾ യമനിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ ചോദിക്കും അല്ലേ. അങ്ങനെ എന്തിനാ അത് ചോദിക്കണത് എന്നൊക്കെ ആളുകൾ ചോദിക്കും. കാരണം ഈ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിലൊരു നിഷ്പ്രഭനാണ്, ആളുകളുടെ പരിഗണനയിൽ നിഷ്പ്രഭനാണ്. ഏതായാലും ഉവൈസിനെ കാണാൻ പറ്റി ഉമറിന്. അപ്പോൾ ഉമറും ഉവൈസും തമ്മിലുള്ള പരിചയപ്പെടൽ നടന്നു. അങ്ങനെ
ഉമർ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ തരണം. ഉമർ ആവശ്യപ്പെടുകയാണ് ഉവൈസിനോട് റളിയല്ലാഹു തആല അൻഹു ജമീ ഇസ്തിഗ്ഫാർ നടത്താൻ. ശരി, അദ്ദേഹത്തോട് പറയുന്നുണ്ട്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉവൈസ് വരും, ഉമ്മക്ക് പുണ്യം ചെയ്യുന്ന മകനാണ്, ഇന്നിന്ന ലക്ഷണങ്ങളുണ്ട്, നിങ്ങളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം അല്ലേ ചില റിപ്പോർട്ടുകളിൽ കാണാം ഉവൈസ് സമ്മതിക്കൂല എന്നാണ്. മാത്രമല്ല ഉവൈസ് ഇങ്ങോട്ട് വീഴുമെന്നാണ്. ഉമർ എന്ന് പറഞ്ഞാൽ ആരാ? അലി കൂടെ ഉണ്ടായിരുന്നതാണ്. അലി എന്ന് പറഞ്ഞാൽ ആരാ? നബി കുടുംബത്തിലെ മെമ്പർ. ഉമർ സ്വർഗം കൊണ്ട് പലതവണ സന്തോഷാർത്ഥം അറിയിക്കപ്പെട്ട മഹാൻ, മുൽഹമാണ്, മുഹദ്ദസാണ്. ഈ ഉമ്മത്തിലൊരു നബി വരാനുണ്ടെങ്കിൽ അത് ഉമറാകണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ ശേഷം ഇനി നബിമാരില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ഉമറും ആ ഉവൈസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തരണം. നോക്കി നിങ്ങളെ വിനയം. അങ്ങനെ അവസാനം ഉമറിന് വേണ്ടി ഉവൈസ് ഇബ്നു ആമിറുൽ ഖർനി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹിനോട് ഉമറിൻ്റെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് തേടുകയാണ്. അങ്ങനെയാണ് ഔലിയാക്കൾ. അതാണ് വിലായത്തിൻ്റെ അടയാളം. അവരത്രമേൽ വിനയാന്വിതരായിരിക്കും. ഏതായാലും ഇത് നമ്മൾ കേൾക്കുന്ന ചരിത്രമാണ്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ അതാണ് സഹിയായി ഉദ്ധരിക്കപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി തുടർന്ന് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഉമർ ഉവൈസിനെ പരിചയപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നടന്ന് ഉമർ ചോദിച്ചു, ഇനി നിങ്ങളുടെ ലക്ഷ്യം എവിടുക്കാ? അപ്പോൾ ഉവൈസ് പറഞ്ഞു, ഇനി ഞാൻ യമനിലേക്കില്ല. കാരണം ഇതൊക്കെ ആളുകൾ കേട്ടില്ലേ, ആളുകൾ ഇനി യമനിക്ക് പോവുകയാണ്, ഇനി ഇതവിടെ കാട്ടുതീ പോലെ പടരും. അതുകൊണ്ട് ഉമറിനോട് പറഞ്ഞ് ഞാൻ കൂഫയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, അല അക്തുബുല കൈല ആമിലിഹ, കൂഫയിൽ നമ്മുടെ ഗവർണറുണ്ട്, നിങ്ങൾക്ക് ശമ്പളം പാരിതോഷികം ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഗവർണർക്ക് എഴുതട്ടെ. അപ്പോൾ ഉവൈസ് പറഞ്ഞു, അക്കൂനു ഫി ഖബറ ഇന്നാസ് അഹബ്ബു ഇലൈ, അത് വേണ്ട, ജനങ്ങളിൽ ഒരു സാധാരണക്കാരനായി കഴിയാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിഞ്ഞോളാം. അങ്ങനെ ഉവൈസ് പിന്നെ യമനിക്ക് പോയില്ല, കൂഫയിലേക്ക് മടങ്ങി. നോക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വലിയൊരു സുവിശേഷം, വലിയൊരു അനുഗ്രഹം, അത് കേട്ട നിർവൃതിയിൽ ഈ ദുനിയാവിൽ വഞ്ചിതനായില്ല ഉവൈസ്. ഇനി ഞാൻ യമനിക്കില്ല, കാരണം യമനിൽ ആളുകളൊക്കെ അറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പോരീഷ. അപ്പോൾ അദ്ദേഹം വഞ്ചിക്കപ്പെടുന്നുള്ളതറിയാം, അദ്ദേഹത്തിൻ്റെ കാരണത്താൽ ആളുകൾ വഞ്ചിക്കപ്പെടുന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ യമനിക്ക് പോകാതെ കൂഫയിലേക്ക് പോവുകയാണ്. കൂഫയിലെത്തി ഉവൈസ്. എന്താ അവിടെ നടക്കുന്നത്? കൂഫയിൽ വന്നു. വകുന്ന നജ്തമിഉ ഫീ ഹൽഖത്തിൻ ഫനദ്കുറുല്ലാഹ്, ഞങ്ങൾ കൂഫയിൽ ഹലക്കകളിൽ ഇരിക്കുമായിരുന്നു. എന്താ ഈ ഹലക്ക? അത് മനസ്സിലാവും. വകാന യജ്ലിസു മഅന, ഉവൈസും ഹലക്കകളിൽ ഞങ്ങളോടൊപ്പം ഇരിക്കുമായിരുന്നു. ഫകാന ഇദാ ദകറ ഹുവ വഖഅ ഹദീസുഹു മിൻ ഖുലൂബിനാ മൗഖിയൻ ലാ യഖഉ ഹദീസു ഗൈരിഹി, ഹലക്കയിൽ ഇരുന്നിട്ട് അദ്ദേഹം ദിക്റെടുത്താൽ അദ്ദേഹത്തിൻ്റെ സംസാരം ഞങ്ങളുടെ മനസ്സിൽ പതിക്കും, മറ്റുള്ളവരുടെ സംസാരം ഞങ്ങളുടെ മനസ്സിൽ പതിക്കുന്നതിനേക്കാൾ. അപ്പോൾ അതാണ് ഹലക്ക. എന്താ ഹലക്ക? അള്ളാഹ്ക്ക് ദിക്റെടുക്കുന്ന ഹലക്കയാണ്. ആ ഹലക്കയിൽ എന്താ നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സംസാരം മറ്റുള്ളവരുടെ സംസാരത്തെ പോലെയല്ല, അദ്ദേഹത്തിൻ്റെ സംസാരം ഞങ്ങളുടെ മനസ്സിൽ തറക്കുന്ന സംസാരമാണ്. അപ്പോൾ എന്താ ദിക്ർ ഹലക്ക? ദിക്ർ ഹലക്ക എന്ന് പറഞ്ഞാൽ അത് ഉപദേശ ക്ലാസ്സുകളാണ്, ഇൽമിൻ്റെ മജ്ലിസാണ്. ആ രീതിയിൽ പതിക്കുമായിരുന്നു. എന്നിട്ട് പറയാണ്, റാവി തുടർത്തുകയാണ്. എന്താ തുടർത്തുന്നത്? ഫലമ്മ കാന മിനൽ ആമിൽ മുഖ്ബിൽ ഹജ്ജ റജുലുൻ മിൻ അഷ്റാഫിഹിം, അടുത്ത വർഷമായപ്പോൾ കൂഫയിലെ പ്രമുഖന്മാരിൽ ഒരാൾ ഹജ്ജിന് പോയി. കൂഫയിലെ പ്രമുഖന്മാരിൽ ഒരാൾ ഹജ്ജിന് പോയി. ആർക്കും ഈ ഉവൈസുൽ ഖർനി കൂഫയിലെത്തിയപ്പോൾ ആർക്കും അറിയില്ല ഇത് ഇന്ന കഥാപാത്രമാണ് എന്നുള്ളത്. അദ്ദേഹം തീർത്തും ആളുകളിൽ പ്രസിദ്ധനാകാതെ സാധാരണക്കാരിലൊരു സാധാരണക്കാരനായിട്ട് കഴിയാണ്. അപ്പോൾ ഹലക്കകളിൽ പോകും, ആളുകൾ ഉപദേശിക്കും, ഇദ്ദേഹം ഉപദേശിക്കും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഉപദേശം മനസ്സിൽ തട്ടുന്ന ഉപദേശം എന്നുള്ളതാണ് പറയുന്നത്. കൂഫയിൽ നിന്നൊരു പ്രമുഖൻ ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്നപ്പോൾ എന്താ, ഉമറിനെ കണ്ടുമുട്ടി. ഹജ്ജ് സീസണിൽ ഉമറിനെ കണ്ടുമുട്ടി. ആര്? ഹജ്ജിന് വന്ന ഈ പ്രമുഖൻ. അപ്പോൾ ഉമർ
ഈ പ്രമുഖനോട് ചോദിച്ചു, ഉവൈസ് ഇബ്നു ആമിറുൽ ഖർണിയെ അറിയോ? കൂഫയിൽ കാണ്ട് വന്നിട്ടുണ്ട് ഒരാൾ ഉവൈസ്, അദ്ദേഹത്തെ അറിയോ എന്നുള്ളത് ചോദിച്ചു. അപ്പം പറഞ്ഞു ഉവൈസിനെ അറിയും. തറക്തുഹു റസ്സൽ ബൈത്ത് ഖലീൽ അൽ മത്ത, ഉവൈസിനെ അറിയും, പക്ഷെ അദ്ദേഹം അത്ര പ്രമുഖനൊന്നുമല്ല. പിന്നെയോ ഖലീൽ അൽ മത്ത, ഭൗതിക വിഭവങ്ങളൊക്കെ വളരെ തുച്ഛമായ ഒരു റസൽ ഹാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിരക്തമായ ജീവിതത്തിൻ്റെ ആളാണ്, അത്ര വലിയ അടിപൊളിയൊന്നുമല്ല എന്നാണ് ആരോട് പറയുന്നത്? ഉമറിനോട് ഈ ഒരു പ്രമുഖൻ ഹജ്ജിന് വന്നപ്പോൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇതെന്തിനാണ് ഉമർ ചോദിക്കുന്നത് എന്നുള്ളത് ഇയാൾക്കറിയില്ല. ഉമർ ഇങ്ങനെ ഒരു ഉവൈസിനെ ചോദിക്കുമ്പോൾ ഈ പ്രമുഖൻ വിചാരിക്കുന്നത് ഉമറൊക്കെ ചോദിക്കാൻ മാത്രമുള്ള ഒരാളൊന്നുമല്ല, പിന്നെയോ അങ്ങനെ ഒരു നിഷ്പ്രഭനാണ്, പിന്നെ അങ്ങനെ ഭൗതിക വിഭവങ്ങളൊന്നുമില്ല, ഒരു സാധാരണക്കാരൻ, വിരക്തൻ, അതാണ് ഉവൈസ് എന്ന് പറഞ്ഞ് ഈ പ്രമുഖൻ ഉമറിനോട്. അപ്പോൾ ഉമർ പറയാണ്, ആരോട്? ഈ പ്രമുഖനോട് പറയണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഞങ്ങളോട് ആ ഉവൈസിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. അതെന്താ? യമനിൽ നിന്ന് ഉവൈസ് ഇബ്നു ആമിറുൽ ഖർണി വരും. അദ്ദേഹം ഒരു പാണ്ഡുരോഗിയായിരുന്നു, പാണ്ട് ഭേദപ്പെട്ടിട്ടുണ്ട്, ഒരു ദിർഹമിൻ്റെ വലിപ്പത്തിൽ വെച്ച്. അദ്ദേഹത്തിന് ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മയെ നല്ല പുണ്യം ചെയ്ത് നല്ല സേവനത്തിൽ പരിരക്ഷിക്കുന്ന ഉവൈസാണ്. നിങ്ങളോട് ഉവൈസ് വന്ന് അണിയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇസ്തിഗ്ഫാർ നടത്താൻ അവസരം കിട്ടുകയാണെങ്കിൽ അതിനാവശ്യപ്പെട്ടുകൊണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആരോട് പറയുന്നത്? ഈ പ്രമുഖനോട് ഉമർ പറയണത്. അയാൾക്കത് അറിയില്ല. പിന്നെന്താ? എന്നിട്ട് ചരിത്രം പറയണം, റാവി പറയാണ്, ഫൈൻ ഇസ്തതഅത അൻ യസ്തഗ്ഫിറ ലക ഫഫ്അൽ എന്നാണ്. ഉമറും ഇയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്താൻ ഉവൈസിനെ കണ്ടു കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആവശ്യപ്പെട്ടോളിയും എന്ന് ഉമർ പറഞ്ഞു. അങ്ങനെ റാവി പറയാണ്, ഇദ്ദേഹം കൂഫയിൽ തിരിച്ചെത്തി, ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തണം ഉവൈസിനോട്. അപ്പോൾ ഉവൈസ് അയാളോട് പറയാണ്, അൻത അഹ്ദസു അഹദൻ ബിസഫറിൻ സാലിഹ് ഫസ്തഗ്ഫിർ ലി, നിങ്ങളാണ് ഹജ്ജ് കഴിഞ്ഞിട്ട് വരുന്നത്. ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ സാലിഹായ ഒരു സഫറാണ്, നല്ല യാത്രയാണ്. അതുകൊണ്ട് സാലിഹായ ഒരു സഫർ കഴിഞ്ഞ് ഹജ്ജിൻ്റെ യാത്ര കഴിഞ്ഞിട്ട് നിങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഫസ്തഗ്ഫിർ ലി, ഉവൈസ് പറയാണ് അയാളോട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുസ്മരിച്ചുകൊണ്ട് ആ പ്രമുഖൻ പറയാണ്, ഹാജി പറയാണ്, അല്ല നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറഞ്ഞു എന്നാണ്, നിങ്ങളാണ് ഒരു പുണ്യയാത്ര കഴിഞ്ഞിട്ട് വരുന്നത്, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഉവൈസ് ഇയാളോട്. മനസ്സിലായല്ലേ? അപ്പോൾ ഉവൈസ് ചോദിക്കുകയാണ് ഇയാളോട്, ഈ പ്രമുഖനോട്, ലഖീത ഉമറ, നിങ്ങൾ ഉമറിനെ കണ്ടോ ഹജ്ജിന് പോയപ്പോൾ? അപ്പോൾ പറഞ്ഞു, ആ ഉമറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉവൈസിന് മനസ്സിലായി ഉമർ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ ആവശ്യപ്പെടുന്നത് എന്ന്. ശരി, അങ്ങനെ ഫസ്തഗ്ഫറ ലഹു, മനസ്സിലായേ? ഈ വ്യക്തി ആവശ്യപ്പെട്ടതനുസരിച്ച് ഉവൈസ് അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി. ഫഫത്തിന ലഹുന്നാസ്, റാവി പറയാണ്, പിന്നെ അതോടുകൂടി ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ കുഴപ്പത്തിലായി. അങ്ങനെ ഫന്തലക അല വജിഹി എന്നാണ്. അതോടുകൂടി പിന്നെ ഉവൈസ് കൂഫ വിട്ടു എന്നാണ്, കൂഫയിൽ നിന്ന് തൻ്റെ പാട്ടിന് പോയി എന്നുള്ളതാണ് ഈ ചരിത്രം. ഇത് സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്ര ഭാഗമാണ്. മനസ്സിലായ? ഉവൈസ് അതോടുകൂടി തൻ്റെ പാട്ടിന് പോയി എന്നുള്ളതാണ്. സഹോദരന്മാർ, ഞാൻ പറഞ്ഞത് ഈ സംഭവം ഉദ്ധരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു, ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു, അള്ളാഹുവിൽ അവർ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അതൊന്നെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാനുള്ള അഭ്യർത്ഥനയായിരിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം നടപ്പിലാകാതിരിക്കാനുള്ള ആവശ്യപ്പെടലായിരിക്കും. ല അബറഹു എന്നാണ്. അവരുടെ ആ ആഗ്രഹം, അവരുടെ ആവശ്യം അള്ളാഹു നിറവേറ്റും എന്നുള്ളതാണ്. റഹ്മക്കല്ലാ. അതാണ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. മനസ്സിലായില്ലേ? ഒന്ന് അനസ് ഇബ്നു അന്നദർ, ഉഹുദിലെ ഷഹീദ്. രണ്ട് അൽ ബറാ ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക്കിൻ്റെ സഹോദരൻ ബറ. മൂന്ന് ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർണി റളിയല്ലാഹു അൻഹുൽ ജമീഅ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ല അബറഹു എന്നാണ്. അവരുടെ ആ സത്യം ചെയ്തുള്ള കാര്യം അള്ളാഹു നൽകും, അവരുടെ അഭ്യർത്ഥന അള്ളാഹു മാനിക്കും, നൽകും എന്നുള്ളതാണ്. ആ ഒരു പ്രയോഗത്തിൽ നിന്ന് ഇമാം ഇബ്നു മന്ദയെ പോലുള്ളതായ പണ്ഡിതന്മാർ അള്ളാഹുവിന് അൽബാർ എന്ന ഒരു പേര്, അള്ളാഹുവിന് അൽബാർ എന്നുള്ള പേര് അതുണ്ട്
എന്ന് ഉണർത്തിയിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹ് അൽബാർ എന്നുള്ള ഒരു പേര് വന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് ഇബ്നു മന്ദയെ പോലുള്ളതായ പണ്ഡിതന്മാർ. വേറെയും ചില പണ്ഡിതന്മാർ അപക്ഷക്കാരാണ്. നമ്മളുടെ വിഷയം അങ്ങനെ ഒരു പേര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണത്. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ ചില ഇഷ്ടദാസന്മാർ അവർ അള്ളാഹുവിനോട് ഖസം ചെയ്ത് സത്യം ചെയ്ത് ഇന്ന കാര്യം വേണം അല്ലെങ്കിൽ ഇന്ന കാര്യം ഉണ്ടാവരുത് എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് മുഖവിലക്കെടുക്കുക, അവരുടെ അഭ്യർത്ഥനയെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനിക്കുക എന്നുള്ളത്. പക്ഷേ അതിനെന്ത് വേണം? എങ്ങനെ ഉവൈസ് ഇബ്നു ആമിർ അതിന് യോഗ്യനായത്? അൽ ബറാ ഇബ്നു മാലിക് അതിന് എങ്ങനെ യോഗ്യനായത്? അനസ് ഇബ്നു നദർ എങ്ങനെ യോഗ്യനായത്? അനസ് സ്വർഗം മണത്തു എന്നാണ്. എവിടെയാണ് സ്വർഗം മണത്തത്? ഉഹദിനിപ്പുറം. ഏത് സന്ദർഭത്തിൽ? ഏറ്റവും വലിയൊരു പരീക്ഷണത്തിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകപ്പെട്ട സന്ദർഭത്തിൽ. ആയിഷമ്മ ചോദിക്കുന്നുണ്ട് റസൂലുള്ളാഹിയോട്, റസൂലേ, നിങ്ങൾക്കേറ്റ പരീക്ഷണങ്ങളിൽ ഏറ്റവും ചടുലവും കടുത്തവും ഉഹദിലല്ലേ എന്ന്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുജീവിതത്തിലേക്ക് കടന്നു വന്നതിൽ പിന്നെ റസൂലുള്ളാഹിക്കുണ്ടായ ഏറ്റവും വലിയ ഒരു ദുരനുഭവം കണ്ടത് എവിടെയാണ്? ഉഹദിലാണ്. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യമാക്കി അവരുടെ ആയുധ പ്രയോഗങ്ങൾ, എല്ലാവരുടെയും നോട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നിടത്തേക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ അമ്പെയ്യുന്നവർ അമ്പെയ്യുന്നു, വാൾ പ്രയോഗം നടത്തുന്നവർ അത് നടത്തുന്നു, കുന്തമെറിയുന്നവർ എറിയുന്നു. എവിടേക്ക്? ഒരൊറ്റ ഫോക്കസ്, അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനസ്സിലായില്ലേ? ആയിഷ ഉമ്മ ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫാത്തിമ പങ്കെടുത്തിട്ടുണ്ട്, ഉമ്മു അമ്മാറ നുസൈബ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഉഹദിൻ്റെ ആ തീക്ഷ്ണത. അതുകൊണ്ടാണ് ആയിഷ ഉമ്മ ചോദിക്കുന്നത്, ഉഹദിലല്ലേ നിങ്ങൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായത്? അപ്പോൾ റസൂലുള്ള തിരുത്തി കൊടുക്കുന്നുണ്ട്, അല്ല ആയിഷ, എപ്പോഴാ? തായിഫിൽ ഹിജറ പോയപ്പോൾ അവിടെ നിന്ന് അബ്ദുയാലയിലെയും ഹബീബും മസ്ഊദും ഓർത്ത് 3 ഗോത്ര പ്രമുഖന്മാർ അവരെന്നെ എൻ്റെ അഭ്യർത്ഥന നിരസിച്ച് എന്നെ തിരിച്ചോടിച്ചപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് എനിക്ക് ഏറ്റവും വലിയ ദുരനുഭവം എന്ന് പ്രബോധന ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായത് ആയിഷമ്മയോട് പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞത് എന്താ വെച്ചാൽ ആയിഷമ്മ ആ ഒരു ചോദ്യം ഉന്നയിക്കാൻ ഉഹദിൽ എന്തുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാനാണ്. മനസ്സിലായി? അത്ര പരീക്ഷണം ഉഹദിലുണ്ടായി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലയുറപ്പിച്ച പ്രമുഖനാണ് അനസ് ഇബ്നു നദർ. വളരെ ചുരുക്കം ചില ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? നഹ്രി ദൂന നഹ്രിക്, വജ്ഹി ദൂന വജ്ഹിക് എന്ന് പറഞ്ഞ 10-30 പേരുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആയുധം വരുമ്പോൾ, പ്രവാചകരെ, നിങ്ങളുടെ മുഖത്ത് നിന്ന് ആയുധ പ്രയോഗം തടുക്കാൻ എൻ്റെ മുഖമുണ്ട്, നിങ്ങളുടെ നെഞ്ചിന് നേരെ വരുന്ന ആയുധ പ്രയോഗങ്ങൾ തടുക്കാൻ എൻ്റെ നെഞ്ചുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വരുന്ന ലക്ഷ്യമായി വരുന്ന പ്രയോഗങ്ങളെ മാറും മുഖമൊക്കെ കാണിച്ച് സ്വീകരിച്ചവരുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയ ഒരു സേവനം അതാണ് ആര് നടത്തിയത്? അനസ് ഇബ്നു നദർ നടത്തിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹൂദ് രണാങ്കണത്തിൻ്റെ പൊടിയടങ്ങിയപ്പോൾ ഈ അനസിനെ പ്രത്യേകം അന്വേഷിക്കാൻ ആളെ വിടുന്നത്, അനസിൻ്റെ അവസ്ഥ ചോദിക്കണത്. മനസ്സിലായോ? അതാണ് അനസ് എന്ന മഹാൻ. അപ്പം അതുകൊണ്ടാണ് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു അത് കബൂലാക്കാൻ മാത്രം പിന്നെ അദ്ദേഹം ഫضൽ നേടിയത് എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു അള്ളാഹുവിൻ്റെ പ്രത്യേകതയിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടാൻ ഒരു അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതായ ചിലതൊക്കെ നമുക്കും ഉണ്ടാവണം. ഒരു ത്യാഗ മനസ്ഥിതി നമുക്കുണ്ടാകണം. ഒരു ഉത്കടമായ ഉന്നതമായ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ അത് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഒരു ചരിത്ര സംഭവം ഇത്തരുണത്തിൽ ഓർമ്മയിലുള്ളത്, ഈ ഖൈസുമ ഇബ്നു അബി സബ്ര എന്ന് പറയുന്ന വ്യക്തി കൂഫയിൽ നിന്ന് മദീന അണഞ്ഞൊരു സംഭവമുണ്ട്. കൂഫയിൽ നിന്ന് മദീന അണഞ്ഞ സംഭവം. ഖൈസുമ അദ്ദേഹം മദീനയിലേക്ക് വന്നത് ഒരു സാലിഹായ ജലീസിനെ കിട്ടണം, സാലിഹായ ഒരു വ്യക്തിയെ ഒന്ന് ഇരിക്കാൻ കൂടെ കിട്ടണം, അയാളിൽ നിന്ന് കുറേ നല്ലത് കേൾക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈ ഖൈസുമ ഇബ്നു അബി സബ്ര മദീനയിൽ വന്നു.
എന്നിട്ട് ഒരാളെ തിരഞ്ഞപ്പോൾ കിട്ടിയത് അബൂ ഹുറൈറയാണ്. അപ്പോൾ അബൂ ഹുറൈറയെ കിട്ടിയപ്പോൾ അബൂ ഹുറൈറിനോട് പറയാണ്, നിങ്ങളെ കിട്ടിയത് നന്നായി. ഖൈസുമ പറയാണ്, നിങ്ങളെ കിട്ടിയത് നന്നായി. ഞാനൊരു ജലീസുൻ സാലിഹ്, നല്ലൊരു കൂട്ടുകാരനെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് കൂഫയിൽ നിന്ന് മദീനയിലേക്ക് വന്നത്. അബൂ ഹുറൈറ അല്ലേ, കൂഫയിൽ നിന്ന് മദീനയിലേക്ക് വന്നത് എന്തിനാ? ജലീസുൻ സാലിഹിനെ കിട്ടാൻ, നല്ലൊരു കൂട്ടുകാരനെ കൂടെ കിട്ടാനാണ്. അതെന്തിനാ? അത് കൂട്ടുകാരനായിട്ട് കളിച്ചിരിക്കാനോ തമാശിച്ചിരിക്കാനോ അല്ല, പിന്നെയോ ദീന് കിട്ടാനാണ്. അപ്പോൾ അബൂ ഹുറൈറ തന്നെ കിട്ടി അല്ലേ. അപ്പോൾ നിങ്ങളെ കിട്ടിയത് എനിക്ക് നന്നായി എന്നാണ് ഇബ്നു അബീ സബ്ര പറയുന്നത്. അപ്പോൾ അബൂ ഹുറൈറ പറയാണ്, നിങ്ങൾ ഇന്നെ തേടി വരണ്ടീനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിശാച് വഴിമാറി നടക്കുമെന്ന് പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ, പിശാചിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷ പറഞ്ഞ അമ്മാർ ഇബ്നു യാസിർ അവിടെ അല്ലേ? ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹിബു തഹൂറും നഅലൈനിയും അതിൻ്റെയൊക്കെ ആൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അവിടെ അല്ലേ? മുജാബുദ്ദഅവ സഅദ് ബിൻ മാലിക് അവിടെ അല്ലേ? സാഹിബു സിർറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാഹിബു സിർറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫ അവിടെ ഇല്ലേ എന്നാണ് ആരുടെ ചോദ്യം? അബൂ ഹുറൈറൻ്റെ ഇയാളോടുള്ള ചോദ്യം. പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ തേടി വന്നത് എന്ന അർത്ഥത്തിൽ. മനസ്സിലായി? ഇവിടെ വിഷയം അബൂ ഹുറൈറ നാലാളെ. ഒന്ന് അമ്മാർ ഇബ്നു യാസിർ. എന്താ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളാണ് ആര്? അമ്മാർ. അത് എങ്ങനെ, ഏത് വിഷയത്തിൽ എന്നുള്ളത് ഹദീസിൻ്റെ ഷറഫുകളിൽ കാണാനില്ല. പക്ഷേ അമ്മാർ ചില്ലറക്കാരനല്ല, അതുറപ്പാ അല്ലേ? അമ്മാർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അമ്മാറിൻ്റെ ഈമാൻ അമ്മാറിൻ്റെ കഴുത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ്? മികച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അല്ലേ? അൽ ജന്നത്തു തഷ്താഖു ഇലാ സലാസത്തിൻ, 3 കൂട്ടരെ സ്വർഗം കൊതിക്കുന്നു എന്നാണ്. 3 കൂട്ടർ സ്വർഗം കൊതിക്കുന്നു എന്നല്ല, നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നു. സ്വർഗം നമ്മൾ ഉൽക്കടമായി ആഗ്രഹിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന അല്ലേ? നമ്മളൊക്കെ സ്വർഗം കൊതിക്കുന്നു. പക്ഷെ സ്വർഗം 3 കൂട്ടരെ കൊതിക്കുന്നു എന്നാണ്. സ്വർഗത്തിന് പൂതി 3 കൂട്ടർ വരണം എന്നുള്ളത്, എന്നിൽ അണയണം എന്നുള്ളത്. ആരാ 3 കൂട്ടർ? ഒന്ന് അമ്മാർ, മറ്റൊന്ന് സൽമാൻ, മൂന്നാമത്തേത് അലി അബു സിബ്തൈൻ റളിയല്ലാഹു അനിൽ ജമീ. ഈ 3 ആളാണ്. അമ്മാർ ഇബ്നു യാസിറിനെയും സൽമാൻ അൽ ഫാരിസിയെയും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അനിൽ ജമീ, ഇവരെ തഷ്താഖുൽ ജന്ന എന്നാണ്, സ്വർഗം കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നാണ്. നമ്മളീ സ്വർഗം ആഗ്രഹിക്കും. എപ്പോഴാണ് നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം 3 തവണ അള്ളാഹുവിനോട് നമ്മൾ സ്വർഗം തേടിയാൽ സ്വർഗം അള്ളാഹിനോട് ഷഫായത്ത് ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന്. അപ്പം നമ്മളെ സ്വർഗം ആഗ്രഹിക്കാനും നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് അള്ളാഹിനോട് അഭ്യർത്ഥിക്കാനും നമ്മളെന്താ ചെയ്യേണ്ടത്? 3 തവണ ചുരുങ്ങിയത് അള്ളാഹിനോട് സ്വർഗം തേടുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. അത് മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ തേടിയിട്ടുണ്ടെങ്കിൽ സ്വർഗം നമ്മൾ ആഗ്രഹിക്കും. നരകം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി അള്ളാഹിനോട് തേടുമെന്നാണ്. എപ്പോൾ? നമ്മൾ 3 തവണ ഒരു ദിവസം നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് തേടിയാൽ, അല്ലാഹുമ്മ അജിറുഹു മിന്നി, രക്ഷയ്ക്ക് തേടിയ, നരകത്തിൽ നിന്ന് രക്ഷയ്ക്ക് തേടിയ ആ വ്യക്തിയെ അള്ളാഹു എന്നിൽ നിന്ന് നീ രക്ഷപ്പെടുത്തിയെന്ന് നരകം അള്ളാഹിനോട് അഭ്യർത്ഥിക്കുമെന്നാണ്. അപ്പോൾ നരകം നമ്മളിൽ വിരക്തി ഉണ്ടാകാൻ, സ്വർഗം നമ്മളിൽ പൂതി വെക്കാൻ, സ്വർഗം നമ്മൾ 3 തവണ തേടണം എല്ലാ ദിവസവും, നരകത്തിൽ നിന്ന് 3 ദിവസം എല്ലാ ദിവസവും എന്ത് ചെയ്യണം? രക്ഷയ്ക്ക് തേടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അമ്മാറിനെ വായിക്കുമ്പോൾ, സൽമാനെ വായിക്കുമ്പോൾ, അലീനെ വായിക്കുമ്പോൾ ഒക്കെ നമുക്കും കേവലം ചരിത്രം കേട്ട് കോൾമേർക്കുള്ള എന്നുള്ളതല്ല, പിന്നെയോ നമ്മളുടെയും വിഷയങ്ങളെ നമുക്ക് ആലോചിക്കാനുണ്ട്. ഏതായാലും അമ്മാറിനെ സ്വർഗം കൊതിക്കുന്നു എന്നുള്ളതാണ് മഹാഭാഗ്യം അല്ലേ? ഒരിക്കൽ ഖാലിദ് ബിൻ വലീദും അമ്മാറും തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അമ്മാർ ഇബ്നു യാസിറും
ഖാലിദും അമ്മാർ തമ്മിലെ വാക്കേറ്റം. അമ്മാർ വേഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ഖാലിദ് എന്നെ കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഖാലിദ് അങ്ങോട്ട് വന്ന് എന്നിട്ട് കുറ്റപ്പെടുത്തൽ തുടർന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചു നേരം അത് കേട്ട് എന്നിട്ട് പറഞ്ഞെന്താ, അമ്മാറിനോട് മൈത്രിയാകുന്നവൻ, അമ്മാറിനെ പ്രീതിപ്പെടുന്നവൻ, അയാളെ അള്ളാഹു പ്രീതിപ്പെടും. അമ്മാറിനോട് ശത്രുതയിലുള്ളവൻ അവനോട് അള്ളാഹു ശത്രുതയിലാകും എന്ന് പറഞ്ഞു. അതുവരെ ഖാലിദിന് ദേഷ്യമായിരുന്നു അമ്മാറിനോട് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ. പിന്നെ ഖാലിദ് പറയാണ്, പിന്നെ അമ്മാറിൻ്റെ പിന്നാലെ അടക്കാൻ തുടങ്ങിയതാണ് അമ്മാറിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്. അമ്മാറിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അമ്മാറിൻ്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ തൃപ്തി കിട്ടുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാഭാഗ്യം. അതാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല. നമുക്കറിയാം അമ്മാറിൻ്റെ ഉമ്മ സുമയ്യ ബിൻത് ഖബ്ബാത്ത്, അമ്മാറിൻ്റെ ഉപ്പ യാസിർ, ഇവരൊക്കെ ദീനിൽ എത്രമേൽ സ്ഥാനമുള്ളവരാണ് എന്നുള്ളത്. അതാണ് അമ്മാർ. അപ്പോൾ അങ്ങനത്തെ അമ്മാർ അവിടെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അടുത്ത ചോദ്യം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹിൻ്റെ തഹൂറിൻ്റെ വിഷയം ശ്രദ്ധിക്കുന്ന ആളാണ്. ശുദ്ധിയുടെ വിഷയം എപ്പോഴും റസൂലുള്ളാഹിക്ക് ഒളു ചെയ്യാനുള്ള വെള്ളം ശുദ്ധി വരുത്താനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരുക്കുന്ന ആളാണ്. അതേപോലെ റസൂലുള്ളാഹിൻ്റെ ചെരുപ്പ് പാദരക്ഷയൊക്കെ റെഡിയാക്കുന്ന ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് അത്ര വലിയ സ്ഥാനങ്ങളുണ്ട്. അതേപോലെ സാഹിബ് സിർ, റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ആര്? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. ആർക്കും അറിയാത്ത, ആരോടും പകരാത്ത അബൂബക്കർ ഉമർ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരിക്കെ റസൂലുള്ളാഹിൻ്റെ ചില സ്വകാര്യതകൾ റസൂലുള്ള പങ്കുവെച്ചത് അതാരുമായിട്ടാണ്? ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ടാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള മഹാൻ അവിടെ അല്ലേ. പിന്നെ അതാണ് നമ്മുടെ വിഷയം. മുജാബുദ്ദഅവ. മുജാബുദ്ദഅവ ആരാണ്? സഅദ് ബിൻ മാലിക്കാണ്. ആരാ സഅദ് ബിൻ മാലിക്? സഅദ് ബിൻ മാലിക് മുജാബുദ്ദഅവ എന്നാണ് അദ്ദേഹത്തിൻ്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന മഹാനാണ്. സഅദ് ബിൻ മാലിക് എന്ന് പറഞ്ഞാൽ അത് സഅദ് ബിൻ അബി വക്കാസ് ആണ്. അബൂ വക്കാസ് എന്ന് പറഞ്ഞാൽ അത് വിളിപ്പേരാണ്, പേര് മാലിക്കാണ്. അതാണ് സഅദ് ബിൻ അബി വക്കാസ് എന്നുള്ളത് സഅദ് ബിൻ മാലിക്. മുജാബുദ്ദഅവ സഅദ് ബിൻ മാലിക് അവിടെ അല്ലേ എന്നാണ് ചോദ്യം. സഅദ് ബിൻ മാലിക് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആക്ക് ജവാബ് അരുളുന്ന മഹാനായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ മകൻ ഉമർ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. സഅദ് ആരാണ്? ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ്. ഇസ്ലാമിന് വേണ്ടി ആദ്യത്തെ അമ്പെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാൻ്റെ കുടുംബക്കാരനാണ്. ബനു സഹ്റ ഗോത്രക്കാരനാണ്, സുഹ്രിയാണ് സഅദ് ബിൻ അബി വക്കാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് 10 പേർക്ക് സന്തോഷം പറഞ്ഞപ്പോൾ അതിലാരുണ്ട്? സഅദ് ഉണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയാകുമ്പോൾ 6 അംഗ ശൂറയെ നിശ്ചയിക്കുന്നുണ്ട്. അതിൽ സഅദ് ഉണ്ട്, സഅദ് ബിൻ അബി വക്കാസ്. വലിയ പോരിഷുള്ള മഹാനാണ് ആര്? സഅദ് റളിയല്ലാഹു തആല അൻഹു. പിന്നെ അദ്ദേഹത്തിന് ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. ഈ സഅദ് ഒരിക്കണ്ട് ഒട്ടകങ്ങളുടെയും ആടുകളുടെയും കൂട്ടത്തിൽ, പിന്നെ ഫാമിൽ, ഒട്ടകങ്ങളുടെ ഫാമിൽ അവിടെ. അപ്പം മകൻ സഅദ് വരികയാണ്, അല്ല മകൻ ഉമർ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമർ വരികയാണ്. ആര്? സഅദ്, ഉമർ ബിൻ സഅദ്. സഅദിൻ്റെ മകൻ ഉമർ വരികയാണ്. അപ്പം തന്നെ ഉമർ വരുമ്പോൾ തന്നെ സഅദ് പറയുന്നുണ്ട്, കാവലിനെ ചോദിക്കുന്നുണ്ട് മകൻ എന്തെങ്കിലും കാര്യങ്ങളിൽ. പിന്നെ കാരണം വാപ്പ ഒട്ടകങ്ങളെ നോക്കുകയാണ്, ആടുകളെ നോക്കുകയാണ്, ഇങ്ങനെ ഒട്ടകങ്ങളുടെയും ആടുകളുടെയും പിന്നാലല്ലേ. അപ്പോൾ അതിലെന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് ഒരു കാവലിനെ ചോദിക്കുന്നുണ്ട് ആര്? സഅദ് റളിയല്ലാഹു അൻഹു വാപ്പ. അപ്പം മകൻ ഉമർ പറയാണ്, ആളുകളൊക്കെ അവിടെ മുൽക്ക് ഓരിയൊക്കെയാണ്, ഭരണം ഓരിയൊക്കെയാണ്, വാപ്പ നിങ്ങൾ ഇപ്പോഴും ഈ ഒട്ടകങ്ങളുടെയും ആടുകളുടെയും പിന്നാലെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സഅദ് പറയുന്നുണ്ട്, മിണ്ടല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖിയായ ഖഫിയായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭക്തി, അതേപോലെ വിരക്തി, ഭൗതികതയിൽ ആർത്തിയില്ലാത്ത വിരക്തി, അങ്ങനെയൊക്കെയുള്ള ഗുണമുള്ള ആളുകൾ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മുൽക്കിൽ ആളുകൾ മത്സരം നടത്തുന്നുണ്ടെങ്കിൽ അത് വിഷയമല്ല, എനിക്ക് വിരക്ത ജീവിതമാണ് വേണ്ടത്, ഞാൻ ഈ ഒട്ടകങ്ങളുടെ പിന്നാലെ ആടുകളുടെ പിന്നാലെ ജീവിച്ചോളാം എന്ന് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്.
അല്ലേ? അതിൻ്റെ അർത്ഥം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ആടാളം നോക്കി നടക്കുകയായിരുന്നു എന്ന് ആരും മനസ്സിലാക്കണ്ട, അല്ലേ? അദ്ദേഹത്തിന് വിരക്ത ജീവിതം ഇഷ്ടമായിരുന്നു. അതേസമയം സഅദിനെ നമ്മൾ വായിക്കുന്നു, ഖാദിസിയ യുദ്ധവേളയിൽ, ഖാദിസിയ യുദ്ധഭൂമിയിൽ ആരാ ചീഫ് ഇൻ കമാൻഡർ ആയിരുന്നത്? സഅദ് ബിൻ അബി വഖാസാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകാൻ കിടക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്കൊരു ഖലീഫയെ ഉമറിന് തുടർന്ന് വേണം, അത് തീരുമാനിക്കാനുള്ള ഷൂറയിൽ നിശ്ചയിച്ചത് ആരെയാണ്? സഅദിനെയാണ്. മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിലൊക്കെ മുഖ്യ പങ്കാളിത്തം അത് സഅദിന് ഉണ്ടായിരുന്നു. കൂഫയുടെ ഗവർണർ സ്ഥാനത്ത് സഅദ് ബിൻ അബി വഖാസ് ഉണ്ടായിരുന്നു ഗവർണറായിട്ട്. മനസ്സിലല്ലേ? അപ്പോൾ ഇത്തരം സന്ദർഭം കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ ആടിനെ മേക്കാൻ പോകുക, അതിന് തെളിവുണ്ട് എന്നിട്ട് ആളുകൾ സാമൂഹ്യ ശ്രേണിയിൽ നിന്ന് പിൻവലിച്ചിട്ട് കാട്ടുക്ക് ഉൾവലിയാൻ പാടുള്ളതല്ല, അല്ലേ? അതൊക്കെ ചരിത്രങ്ങളെ ദുരുപയോഗപ്പെടുത്തലാണ്. ശരിയാണ്, ഒരു വ്യക്തിക്ക് വിരക്ത ജീവിതം അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മനസ്സിലല്ലേ? വ്യക്തിപരമായിട്ട് ഒരാൾ വിരക്ത ജീവിതം അനുഭവിച്ചിട്ട് കഴിയുകയാണ് എങ്കിൽ അതിൽ ഇഷ്കാലില്ല. അതേസമയം അതൊരു പൊതു നിയമമായിട്ട് എല്ലാവരും അങ്ങനെ അത് പറഞ്ഞേൽപ്പിക്കുക, അടിച്ചേൽപ്പിക്കുക എന്നുള്ളതും അതൊരു പൊതു സ്വഭാവമാക്കിയിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളതും അത് അപരാധമാണ്, അത് പാടുള്ളതല്ല. പിന്നെയോ ഒരു മുസ്ലിം അവൻ സാമൂഹിക ജീവിതത്തിൽ അവൻ്റേതായ പങ്ക് വഹിക്കേണ്ടതുണ്ട്. വലിയ ഫിത്നയിൽ ആദർശം പോലും ചോർന്നു പോകും വിധം മനുഷ്യന്മാർ അപകടത്തിൽ ആദർശത്തിൻ്റെ വിഷയത്തിൽപ്പെട്ട് റസൂലുള്ള പറഞ്ഞില്ലേ, പ്രഭാതത്തിൽ മൂമിനായിരിക്കും, പ്രദോഷമാകുമ്പോഴത്തേക്ക് കാഫിറാകും, പ്രദോഷത്തിൽ മൂമിനാകും, പ്രഭാതമാകുമ്പോഴത്തേക്ക് കാഫിറാകും. അങ്ങനെയുള്ള ഒരു ഫിത്ന അഴിഞ്ഞാടുന്നൊരു കാലഘട്ടം വരുമ്പോഴാണ് ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് ഉൾവലിയേണ്ടത്, തടി സലാമത്താക്കേണ്ടത്. അതില്ല എങ്കിൽ ഓരോ മുസ്ലിമിനും തങ്ങളുടേതായ പങ്ക് വഹിക്കാനുണ്ട് സാമൂഹിക ശ്രേണിയിൽ. മുസ്ലിമീങ്ങളുടെ ഉപദ്രവങ്ങളെ ക്ഷമിച്ച് അവരെ ഇണക്കിയും അവരോടൊത്തും ജീവിക്കുന്ന മുഅ്മിനാണ് ഏറ്റവും ഖൈറായ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വിഷയം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അദ്ദേഹം ഒരു വിരക്ത ജീവിതം നയിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്ന മഹാനാണ് എന്നുള്ളതാണ്. അദ്ദേഹം മുജാബുദ് ദഅവയാണ്, അതാണ് വിഷയം. മനസ്സിലായില്ലേ? ഈ ഹൈസുമ ഇബ്ൻ അബി സബ്ര കൂഫയിൽ നിന്ന് ഒരു സാലിഹായ ജലീസിനെ തേടി മദീനയിലെത്തി അബൂ ഹുറൈറയോടൊപ്പം ഇരുന്നപ്പോൾ ഞാനൊരു നല്ല കൂട്ടുകാരനെ തേടി അദ്ദേഹത്തിന് നേടാൻ കൊള്ളാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് തേടിയിട്ട് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്? അബൂ ഹുറൈറയുടെ വിനയാണത്. ഹുദൈഫത്തുൽ യമാൻ ഇല്ലേ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഇല്ലേ, അമ്മാർ ഇബ്നു യാസിർ ഇല്ലേ, സഅദ് ബിൻ അബി വഖാസ്, സഅദ് ബിൻ മാലിക് ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തെന്നാണ് അദ്ദേഹത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ വിനയം, എന്നിട്ട് ഈ മഹത്തുക്കളുടെ സ്ഥാനങ്ങൾ അത് അറിയിച്ചു എന്നുള്ളതാണ് ചരിത്രം. ഏതായാലും നമ്മൾ ഈ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ നമ്മളിവിടെ ഉണർത്തിയത് അള്ളാഹുവിൻ്റെ അൽബാർ എന്നുള്ള പേരിൻ്റെ വിഷയമാണ് നമ്മളുടെ പ്രധാന ഭാഗമെങ്കിലും ചില ദാസന്മാർ അവർ ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു, സത്യം ചെയ്ത് അള്ളാഹുവിനോടൊരു കാര്യം അർത്ഥിച്ചാൽ അവരുടെ ആ കാര്യം അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കും എന്നുള്ള ആ ഒരു പ്രത്യേകത, അള്ളാഹുവിൻ്റെ പ്രത്യേകത. ആ പ്രത്യേകതയിൽ ചരിത്രം സാക്ഷിയായ ചില മഹത്തുക്കൾ ഉവൈസ് ഇബ്നു ആമിർ അൽ ഖർണി, മാലിക് അൽ അൻസാരി, അതേപോലെ അനസ് ഇബ്നു നദർ അൽ ഖസ്റജി അൽ അൻസാരി, അവരൊക്കെ ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയം, മറ്റു ചില ചരിത്രങ്ങളോടൊപ്പം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തുണയേകി തൗഫീഖേകി അള്ളാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ലിനാൽ അള്ളാഹു അവൻ്റെ റഹ്മത്തുകൾ, ബർക്കത്തുകൾ, നഫഅത്തുകൾ നമ്മളിൽ ഈ സദസ്സിൽ അവതരിപ്പിക്കുമാറാവട്ടെ. ഒരു ഭാഗ്യദോഷയും ഈ കൂട്ടത്തിൽ ശേഷിപ്പിക്കാതെ എല്ലാവരിലും അള്ളാഹു അവൻ്റെ ഭാഗ്യം കടാക്ഷിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇരുലോകത്തും അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وآل محمد
كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.